കോഴിക്കോട് വീണ്ടും വൻ MDMA വേട്ട. പന്തീരങ്കാവ് ടോൾ ബൂത്തിന് സമീപത്ത് നിന്നാണ് ഇത്തവണ MDMA പിടിച്ചെടുത്തത്. പിടിയിലായവരിൽ ഒരാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഫാത്തിമ നസ്രീനാണ്. 3 കിലോ MDMAയുമായി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഫാത്തിമയും സുഹൃത്ത് ഷഫീഖും. 3 കോടി രൂപ വില വരുന്ന MDMAയാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. കോടതി 2 പേരെയും റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് MDMAയുമായി 2-അംഗ സംഘം പിടിയിലായത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷഫീഖ്, സുഹൃത്തും അടിവാരം സ്വദേശിയുമായ ഫാത്തിമ നസ്രീൻ എന്നിവരെ കോഴിക്കോട് എക്സൈസ് ടീമാണ് വലയിലാക്കിയത്. എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കേരളത്തിലെ ഈ ചെറിയ ഗ്രാമങ്ങളിൽ, മുമ്പ് ബാംഗ്ലൂർ പോലുള്ള ടൗണുകളിൽ അവിടുത്തെ റേവ് പാർട്ടികളിൽ ഉപയോഗിച്ചിരുന്ന മയക്കുമരുന്നുകളാണ് ഇപ്പോൾ നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഈ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആകുന്ന രീതിയിലേക്ക് മയക്കുമരുന്ന് മാഫിയ മാറിയിട്ടുണ്ട്. ഗഞ്ചാവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മെത്താംഫിറ്റമിൻ്റെയും MDMAയുടെയും ഇതുപോലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെയും ഒരു റീപ്ലേസ്മെന്റ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ആഫ്റ്റർ കോവിഡ് കാലഘട്ടത്തിൽ നടന്നു വരുന്നുണ്ട്. കാറിന്റെ ബോണറ്റിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു MDMA. 3 കിലോയിലധികം വരുന്ന MDMAയ്ക്ക് 3 കോടി രൂപയിലധികം വില വരും. MDMA രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന പ്രാഥമിക വിവരമാണ് എക്സൈസിന് മുന്നിലുള്ളത്. എക്സൈസിന്റെ പിടിയിലായ ഷഫീഖ് നേരത്തെയും ലഹരിയുമായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിൽപ്പനയ്ക്കെത്തിച്ചതാണ് 3 കിലോയിലധികം വരുന്ന MDMA. അല്ല, ഇവരിപ്പോ ഇതിന്റെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം, പേപ്പർ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം തൊണ്ടിയും പ്രതികളുമായിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് അവിടുന്ന് റിമാൻഡ് ചെയ്യുന്ന നടപടികളായിരിക്കും. അവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. തുടർന്നായിരിക്കും നമ്മൾ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഷഫീഖിനൊപ്പം പിടിയിലായ ഫാത്തിമ നസ്രീൻ. 3 കിലോ MDMA കോഴിക്കോട് എത്തിയതിനു പിന്നിൽ മറ്റാരെങ്കിലും പങ്കാളികളായിട്ടുണ്ടോ എന്ന് എക്സൈസിന് സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്. തിരുവനന്തപുരം